നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ആയില്ലേ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാണ്. മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോൺസിൻ്റെ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ചാനലിലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ മോയ്സ്ചറൈസർ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആ റിവ്യൂ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഏത് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പേ മോയ്സ്ചറൈസർ ഇടുക, ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. നെക്സ്റ്റ് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യാണ്. ഇത് ലാക്മേയുടെ ബ്ലർ പെർഫെക്റ്റ് പ്രൈമറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിസിബിൾ ആയിട്ടുള്ള മാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൈമർ ഉപയോഗിക്കുന്നത് മൂലം അതൊക്കെ ഒന്ന് ബ്ലർ ഔട്ട് ആവും. അത്യാവശ്യം നല്ലൊരു പ്രൈമർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഐ മേക്കപ്പ് ചെയ്ത് തുടങ്ങാം. ഞാൻ ഫസ്റ്റ് ഐലിഡ് ഒന്ന് കൺസീൽ ചെയ്യാണ്. അപ്പോൾ ഐലിഡിൻ്റെ മേലെ എന്തെങ്കിലും കളർ ഡിഫറൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൺസീൽ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അതൊക്കെ മാറിക്കിട്ടും. കൂടാതെ നമ്മൾ ഐ ഷാഡോ ഒന്നും കൂടി പോപ്പ് ചെയ്ത് കളറൊക്കെ കറക്റ്റായിട്ട് കാണും. ഞാൻ ഇന്ന് റിവേഴ്സ് ഡയറക്ഷനിലാണ് കേട്ടോ ഐ ലുക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് അതിങ്ങനെ ഇതേപോലെ ഈ ഒരു ഐ സോക്കറ്റില്ലേ അതിന് തൊട്ട മേലായിട്ട് ഇതേപോലെ പ്ലേസ് ചെയ്യുകയാണ്. ഞാൻ അങ്ങനെ പറയണേക്കാളും നിങ്ങൾ കാണുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഇതേപോലെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമ്മൾ കണ്ണ് തുറന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് ഇത് പ്ലേസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ ഈ കണ്ണ് തുറന്ന് പിടിക്കുമ്പോൾ കാണുന്ന ആ ഒരു ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ബ്രഷ് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ റിവേഴ്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞത് നോർമലി നമ്മൾ ഫസ്റ്റ് ട്രാൻസിഷൻ ഷെയ്ഡ്, പിന്നെ അതിൻ്റെ ഡാർക്ക് ഷെയ്ഡ്, പിന്നെ ഏറ്റവും ഡാർക്ക് ഷെയ്ഡ്, ഇങ്ങനെയാണ് നോർമലി അപ്ലൈ ചെയ്യുക. ഇന്ന് ഞാൻ ഏറ്റവും ഡാർക്ക് ഷെയ്ഡിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത്. ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്, നമുക്ക് എങ്ങനെയാണ് വരികയെന്ന് അറിയാമല്ലോ. അത്യാവശ്യം എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ഈ ഒരു മെത്തേഡിൽ ചെയ്യണതും. എനിക്ക് തോന്നുന്നു ബിഗിനേഴ്സിന് കുറച്ചും കൂടി ഈസി ഇതായിരിക്കും. ഫസ്റ്റ് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ബിഗിനേഴ്സിന് കുറച്ചും കൂടി ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഇതേ ഷെയ്ഡ് തന്നെ എടുത്തിട്ട് ഞാൻ ഔട്ടർ കോർണറിലും കൂടി ഇത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഇതൊരു ലൈറ്റ് ബ്രൗൺ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ തൊട്ട മേലെയായിട്ട് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഡാർക്ക് ഷെയ്ഡ് കംപ്ലീറ്റ് ആയിട്ടും സ്കിന്നിലേക്ക് ഡിഫ്യൂസ് ആവുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ലൈറ്റർ ഷെയ്ഡ് വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പം. ഹാർഷ് ആയിട്ടുള്ള ലൈൻസ് ഒന്നും തന്നെ കാണാൻ പാടില്ല. അപ്പം ബ്ലെൻഡിങ് അത് തന്നെയാണ് കീ എന്ന് പറയുന്നത് ഐ മേക്കപ്പിൻ്റെ. ഇനി ഏറ്റവും ലൈറ്റർ ഷെയ്ഡായിട്ടുള്ള, അതായത് എൻ്റെ സ്കിന്നിനോട് തൊട്ട് മാച്ചായി കിടക്കുന്ന ഈ ഒരു ഷെയ്ഡാണ് നമ്മൾ ലാസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ലാസ്റ്റായിട്ട് പറഞ്ഞാൽ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു ട്രാൻസിഷൻ ഷെയ്ഡ് പോലെയാണ്. നമ്മൾ സ്കിന്നും ഐ മേക്കപ്പ് തുടങ്ങുന്ന ആ ഏരിയയും കൂടിയുള്ള ഒരു ട്രാൻസിഷൻ. ഔട്ടർ കോർണറിൽ സാധാരണ നമ്മൾ ഷിമ്മർ ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുക. ഇന്ന് ഞാൻ ഷിമ്മർ ഷെയ്ഡ് ഉപയോഗിക്കില്ല. ഒരു മാറ്റ് ഷെയ്ഡ് തന്നെ ഈ ഒരു ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ട് ഔട്ടർ കോർണറിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഷിമ്മർ ഷെയ്ഡൊന്നും അധികം ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഈ ഒരു മാറ്റ് ഷെയ്ഡ് ആണെങ്കിൽ പോലും ഒരു നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് കണ്ണിന്. അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഏത് ലൈറ്റർ ഷെയ്ഡ് ആയാലും ഷിമ്മർ ഷെയ്ഡ് ആയാലും ഉപയോഗിക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് ഉപയോഗിച്ച ആ ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഈ നമ്മൾ ഔട്ടർ കോർണറിൻ്റെയും ഇന്നർ കോർണറിൻ്റെ ഇടയിൽ വരുന്ന ആ ഭാഗം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നമ്മൾ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഞാനിവിടെ ഐലൈനർ എഴുതുകയാണ്. ഇത് ഫേസസ് കാനഡേൻ്റെ മാഗ്നറ്റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഐലൈനറാണ്. വളരെ നല്ലൊരു ഐലൈനറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഐലൈനർ ലുക്ക് ഇതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്, ചെറുതായിട്ടൊരു സ്മോക്കി എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് ഉപയോഗിച്ച പാലറ്റിൽ ബ്ലാക്ക് ഇല്ലാത്ത കാരണം ഈ മേക്കപ്പ് റെവല്യൂഷൻ്റെ പാലറ്റിൽ നിന്ന് ബ്ലാക്ക് കളർ എടുത്തിട്ട് നമ്മൾ ഐലൈനർ കൊടുത്തില്ലേ അതൊരു ഗൈഡ് ലൈൻ ആയിട്ട് എടുത്തിട്ട് ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മോക്ക് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു വേറെ തന്നെ ഒരു ലുക്കാണ് കൊടുക്കുക. ഒരു ഐലൈനർ എഴുതിയ പോലത്തെ ഒരു ലുക്കല്ല, ഒരു ഡിഫറെൻ്റ് ഒരു ലുക്കാണ് കൊടുക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് ഐലൈനർ എഴുതിയിട്ട് അവിടെ നിർത്തണമെങ്കിൽ നിർത്താം, ഇല്ല ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇത് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്, കാരണം നമുക്ക് ഐലൈനർ ഒരു ഗൈഡ് ലൈൻ ആയിട്ട് ഉള്ളത് കാരണം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതൊന്ന് സ്മോക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ കണ്ടില്ലേ നമ്മൾ സാധാരണ ഒരു വിങ്ഡ് ഐലൈനർ ലുക്കല്ല, ഒരു ഡിഫറെൻറ്റ് ഒരു ലുക്ക്. അപ്പോൾ ഞാൻ കളർ കറക്ഷൻ ചെയ്യാണ്. എനിക്ക് ചെറുതായിട്ട് ഡാർക്ക് സർക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഫ്ലോലെസ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഓറഞ്ച് കളർ കറക്ടർ എടുത്തിട്ട്, ഇത് എല ഗേൾ പ്രോ കൺസീലിൻ്റെ ഓറഞ്ച് കറക്ടറാണ്. അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എവിടേക്കാണ് വേണ്ടത് വെച്ചാൽ ഒരുപാട് എന്ത് കളർ കറക്ഷൻ ചെയ്യുമ്പോഴും ഒരുപാട് പ്രോഡക്റ്റ് എടുത്ത് അപ്ലൈ ചെയ്യരുത് ഫസ്റ്റ് തന്നെ. വളരെ കുറച്ച് പ്രോഡക്റ്റ് എടുത്ത് അപ്ലൈ ചെയ്താൽ തന്നെ വളരെ ചെറിയ ഡിസ്കളറേഷൻസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും. ഒരുപാട് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു കളർ കറക്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താലും ഇത് കംപ്ലീറ്റ് ആയിട്ടും മറയ്ക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം അത്യാവശ്യം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ലോറിയലിൻ്റെ ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. കുറച്ചൊരു ഡ്രൈയിങ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഫേസിൽ എന്തെങ്കിലും ഒരു ഫേസ് ഓയിൽ എന്തോ അപ്ലൈ ചെയ്തിട്ട് ഇത് ഇടുകയാണെങ്കിൽ ഇനി കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് കുറച്ച് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഡ്രൈ ആയി പോണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം അപ്ലൈ ചെയ്യുമ്പോൾ ഞാനൊരു ഫേസ് ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് അത്യാവശ്യം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഒരു റിവ്യൂ പോലെ പറയാം കേട്ടോ. ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് യൂസിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാൻ തോന്നുന്നില്ല. കാരണം ഫൗണ്ടേഷൻ ഒരു ഫസ്റ്റ് യൂസിലൊന്നും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ എന്താ പറയുക, വിലയിരുത്താൻ വേണ്ടിയിട്ട് പറ്റൂല. ഓക്കെ, ഞാൻ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കും. നിങ്ങളും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. അല്ലെങ്കിൽ കഴുത്തും മുഖം വേറെ വേറെ കളറായിട്ട് കാണും. അപ്പോൾ കോൺടൂർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രീം കോൺടൂർ ആണ് ഇത്. ഫിറ്റ്മീൻ്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റിക്കാണ് ഇത്. ഞാൻ എൻ്റെ ഈ കളറിനേക്കാളും കുറച്ചൊരു ഡാർക്കർ കളർ ആയതുകൊണ്ട് ഞാൻ കോൺടൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കാറ്. ബട്ട് ഇതൊരു ഭയങ്കര ഡാർക്ക് ഷെയ്ഡല്ല കേട്ടോ. അപ്പം വളരെ ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു കോൺടൂറിങ് എഫക്റ്റ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. കോണ്ടൂർ ചെയ്ത് കൊടുക്കുമ്പോൾ എസ്പെഷ്യലി ക്രീം കോണ്ടൂർ ചെയ്യുമ്പം ഹാർഷ് ആയിട്ടുള്ള ലൈൻസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മൂക്കിൽ ചെയ്തത് ഞാൻ കൈവിരൽ വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിമ്മലിൻ്റെ ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ലൊരു പൗഡറാണ്. വളരെ ഫൈൻലി മിൽറ്റ് ആയിട്ടുള്ള പൗഡറാണ്. കളറൊന്നുമില്ല. നമുക്ക് ഏത് സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു പൗഡറാണ്. കോണ്ടൂർ ചെയ്ത ഏരിയ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല ഗേൾ പ്രോ കൺസീലിൻ്റെ ഈ ഒരു കോമ്പാക്റ്റ് പൗഡറാണിത്. പക്ഷേ ഞാനൊരു കോണ്ടൂർ പൗഡറായിട്ട് ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ വളരെ ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ബ്യൂട്ടി സ്പഞ്ച് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ഡിഫറൻസ് കാണുന്നുണ്ടാവും കോണ്ടൂർ ചെയ്ത സൈഡും മറ്റേ സൈഡും. കാജലായിട്ട് വേഗേണ്ട കാജലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതും അത്യാവശ്യം നല്ലൊരു കാജലാണ്. പക്ഷേ ചെറുതായിട്ട് സ്മഡ്ജ് ആവും. വളരെ അഫോർഡബിൾ ആണ്. എനിക്ക് തോന്നുന്നു 60 രൂപയോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ്. ഡെയിലി യൂസിനൊക്കെ പറ്റിയ കാജലാണ്. നല്ല ഡാർക്ക് ഷെയ്ഡാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇതും ഞാൻ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് താഴത്തെ ഭാഗം ഒന്ന് ചെറുതായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം എല്ലാം ഒന്ന് ഒരു യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മേലത്തെ കണ്ണിൻ്റെ ലുക്കും താഴത്തെ വാട്ടർ ലൈൻ ഏരിയയും ഒക്കെ തന്നെ ഒന്ന് എന്താ പറയുക, ഒരേപോലെ കാണാൻ വേണ്ടിയിട്ട്. മസ്കാര അപ്ലൈ ആണ്. ലാഷസ് ഒന്ന് കേൾ ചെയ്തു അതിന് മുമ്പേ. ഇത് മെബലിൻ്റെ ലാഷ് സെൻസേഷണൽ മസ്കാരയാണ്. വളരെ നല്ലൊരു മസ്കാരയാണ്. വോളിയം കൊടുക്കില്ല. നമ്മളെ ലാഷസ് കുറച്ചും കൂടിയും ഇങ്ങനെ വലിയതാണെന്ന് കാണിക്കും. അധികം അങ്ങോട്ട് വോളിയം കൊടുക്കാത്തൊരു മസ്കാരയാണ് കേട്ടോ. ബ്ലഷായിട്ട് നിക്കാക്കേണ്ട ഈ ഒരു ബ്ലഷ് പാലറ്റല്ല, ഈ ഒരു ബ്രിക്ക് കളറാണ് ഉപയോഗിക്കുന്നത്. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ബ്ലഷാണ്. അതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ലൈറ്റ് ഹാൻഡഡ് ആയിട്ട് ഉപയോഗിക്കണം. ഇല്ലാച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കളർ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഞാനൊന്ന് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഹൈലൈറ്ററായിട്ട് മെബലിൻ്റെ മാസ്റ്റർ ക്രോം ഹൈലൈറ്ററാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് മോൾട്ടൺ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നല്ലൊരു ഷെയ്ഡാണ്. പക്ഷേ ഡെയിലി യൂസിനൊന്നും പറ്റില്ല കേട്ടോ. എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹൈലൈറ്ററാണിത്. ചങ്ക്സ് ആയിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത പോലെ അങ്ങനെ തോന്നില്ല. എന്നാലും അത്യാവശ്യം നല്ല ഹൈലൈറ്ററാണ്. അപ്പം ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ ഞാൻ
ഇപ്പോൾ ഒരു ലിപ് ലൈനർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മിസ് ക്ലെയറിൻ്റെ ലിപ് ലൈനറാണ്. ഷെയ്ഡ് നമ്പർ L24 ആണ്. സാൻഡി പിങ്ക് എന്നാണ് ഷെയ്ഡിൻ്റെ കളറ്. എൻ്റെ ലിപ്സിൻ്റെ കളറിനോട് ഏകദേശം ചേർന്ന് നിൽക്കുന്ന ഒരു കളറാണ്. ഇത് മെബലിൻ്റെ 03 ഷെയ്ഡാണ് ലിപ്സ്റ്റിക്ക്. നല്ലൊരു ബ്രിക്ക് ഷെയ്ഡാണ്. ഒരു ന്യൂഡ് ഷെയ്ഡാണ്. സോ അതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്.